ഞാൻ +1 +2 ബ്രില്യൻ്റ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൽ തന്നെയായിരുന്നു. ഇത് തന്നെ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബ്രില്യൻ്റ് കോച്ചിങ് കൊണ്ട് മാത്രം തന്നെ സ്കൂളും സിമ്പിൾ ചെയ്തെടുക്കാൻ പറ്റും. കാരണം നല്ല ഇലാബറേറ്റ് ആയിട്ട് തന്നെയാണ് ബ്രില്യൻ്റ് പ്രൊഫസേഴ്സ് പഠിപ്പിച്ചത്. ഹോസ്റ്റലെല്ലാം തമ്മിൽ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഫുൾ ടൈം അതെ കെയറിങ് ആയിരുന്നു. ആരും പാരയൊന്നുമില്ല, എല്ലാവരും ജയിക്കണം തന്നെ ആഗ്രഹം. ബ്രില്യൻറ്റിയൻസ് എന്നൊരു ഒറ്റ ടാഗ്ലൈനിൽ ഒരേ ലക്ഷ്യവുമായി മുന്നോട്ട് കൊണ്ടുപോയി. ബ്രില്യൻ്റ് പ്രൊവൈഡ് ചെയ്ത ക്ലാസ് തന്നെയായിരിക്കും ബെസ്റ്റ് എനിക്ക് തോന്നിയത്. കാരണം ഓരോ സബ്ജക്റ്റും നല്ല നല്ല സാർമാർ വന്നിട്ട് നല്ല ക്ലാസ് എടുത്തു തന്നത്. ഒരു ക്ലാസ് കൊണ്ട് തന്നെ ഒരു 99% കംപ്ലീറ്റ് ആയിരുന്നു ഏകദേശം. ഇവിടുത്തെ ഡൗട്ട് ക്ലിയർ സിസ്റ്റം വളരെ അടിപൊളിയായിരുന്നു. കാരണം എല്ലാ സൺഡേയും നല്ല സാർമാർ വരും. എന്നിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ കൊടുത്താൽ കുറേ രീതിക്ക് സോൾവ് ചെയ്ത് തരും. നല്ല മനസ്സിലുള്ള സാർമാരായിരുന്നു. ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തായിരുന്നു. ഫിസിക്സ് മാത്സ് ഒരുപാട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തായിരുന്നു. ഇപ്പം തിയറി പഠിപ്പിക്കുമ്പം ആ തിയറിയിൽ ആ ഭാഗത്ത് ക്വസ്റ്റ്യൻ അന്നേ ദിവസം ഞാൻ ചെയ്യുമായിരുന്നു. ലാസ്റ്റ് ആയപ്പം പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തപ്പം അപ്പോൾ മുതൽ തന്നെ മോഡൽ എക്സാം എഴുതി തുടങ്ങിയായിരുന്നു. ഹായ് ഓൾ, ജെയ്മെയിൻസ് റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തെറ്റിയില്ല, ഈ പ്രാവശ്യവും ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ തന്നെയാണ് ഏറ്റവും മുൻപന്തിയിൽ എന്നുള്ളത് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിലൊരാൾ എണ്ണം പറഞ്ഞ് ബ്രില്യന്റിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ടോപ്പേഴ്സിൽ ഒരാളായ മിഷാൽ ഷെരീഫിനൊപ്പമാണ് ഞാൻ എന്നുള്ളത്. തീർച്ചയായിട്ടും ബ്രില്യന്റ് ഫാമിലിക്ക് ഏറെ അഭിമാനം തരുന്നത് വിദ്യാർത്ഥികളുടെ തന്നെ ഹാർഡ് വർക്ക് ആണ് എന്നുള്ളത് ഒരിക്കൽ കൂടി എടുത്തു പറയട്ടെ. അപ്പൊ തീർച്ചയായിട്ടും മിഷാൽ ഷെരീഫ് എന്നുള്ളൊരു പേര് നമ്മൾ അറിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി മിഷാൽ ഷെരീഫിനെ കുറിച്ച് അറിയണ്ടേ. മിഷാൽ ഷെരീഫ് എവിടെയാണ് പഠിക്കുന്നത്, മിഷാൽ ഷെരീഫിന്റെ നാട് എവിടെയാണ്, വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിയാം. വിശാലിനെ തന്നെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ? എൻ്റെ പേര് മിഷാൽ ഷെരീഫ്. ഞാൻ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിന്ന് വരുന്നു. എൻ്റെ വീട്ടിൽ ഉമ്മയും ഉപ്പയും 2 ഇത്താത്തമാരും കാക്കയുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യുന്നു? മൂത്ത താത്ത എയിംസ് ഭുവനേശ്വർ MBBS ഫൈനൽ ഇയർ ആണ്. ചേട്ടൻ IIT മദ്രാസ് കെമിക്കൽ എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ ആണ്. പിന്നെ ചേച്ചി പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രോണിക്സ് പഠിക്കുന്നു. നാലാമത്തെ മിഷാൽ ഷെരീഫ് ഇനി ഏതാണ് ഡ്രീം ചെയ്യുന്നത്? അതുകൂടെ നമുക്കൊന്ന് മെൻഷൻ ചെയ്തു. എനിക്ക് ആഗ്രഹം IIT മദ്രാസ് കമ്പ്യൂട്ടർ സയൻസ് കിട്ടണം തന്നെയാണ്. അപ്പൊ ഈ കുടുംബത്തിലുള്ള 4 പേരും നമ്മളെപ്പോഴും പറയാറുണ്ട്, രാജ്യത്തെ പ്രസ്റ്റീജിയസ് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുക എന്നുള്ള ലക്ഷ്യവുമായി ബാല്യം മുതലേ സ്വപ്നം കണ്ടവരാണ്. അപ്പൊ അത് നേടിയിരുത്തിരിക്കുകയാണ്. അതിൽ മിഷാല് തീർച്ചയായിട്ടും അതിൽ ബ്രില്യൻ ഫാമിലിക്കും ഒരു ഭാഗമാകാൻ സാധിച്ചു എന്നുള്ളതും നമുക്ക് ഒരിക്കലും വിസ്മരിക്കാനാവില്ല. അപ്പൊ തീർച്ചയായിട്ടും മിഷാലിന്റെ ഉമ്മയൊക്കെ എന്ത് ചെയ്യുന്നു? മിഷാലെ ഇപ്പൊ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആയിരുന്നു, ഗൾഫിലായിരുന്നു, ഇപ്പൊ നാട്ടിലുണ്ട്. ഹൗസ് വൈഫ്. മിഷാലിന് ഈ ഒരു സ്വപ്നത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഈ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുക എന്നൊക്കെ നമ്മൾ പറയാറില്ല, അതാരായിരിക്കും? വീട്ടിലെല്ലാവരും തന്നെ. കാരണം ചേട്ടനും IIT മദ്രാസിൽ പഠിക്കുന്നു, ചേച്ചി എഞ്ചിനീയറിലാണ്. ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു തുടക്കം മുതൽ തന്നെ. സ്കൂൾ ടൈം മുതലേ എനിക്ക് ഈ ഫിസിക്സ് മാത്സ് ഇതൊക്കെ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോഴേ എനിക്ക് ഏകദേശം ഉറപ്പായിരുന്നു ഇത് തന്നെയാണ് എന്റെ പാത്ത്. IIT മദ്രാസ് എന്നൊരു സ്വപ്നം മനസ്സിൽ പാകിയത് ചേട്ടനാണ് അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യമാണ്. നമുക്കൊരു റോൾ മോഡൽ ആയിട്ട് ചേട്ടൻ തന്നെ ഉണ്ട് എന്നുള്ളത് ഈ വിജയം നേടി നിൽക്കുന്ന അഭിമാന നിമിഷത്തിൽ ഒരിക്കൽ കൂടി എടുത്തു പറയാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. തീർച്ചയായിട്ടും മിഷാൽ പഠിച്ച സ്കൂളും ആ ഒരു അറ്റ്മോസ്ഫിയറും ഒപ്പം ബ്രില്യൻ ഫാമിലിയുടെ സപ്പോർട്ടൊക്കെ ഒന്ന് പറയാം. ഞാൻ +1 +2 ബ്രില്യൻ്റ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൽ തന്നെയായിരുന്നു. ഞാൻ ഇവിടെ KM സ്കൂളിൽ ഒപ്പം ബ്രില്യൻ്റ് സ്കൂൾ ഒരുമിച്ച് കൊണ്ടുവന്ന് ആ ബാച്ചിലാണ് ഞാൻ പഠിച്ചിരുന്നത്. ഈ സ്കൂളിന്റെ അകത്ത് അങ്ങനെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം ടീച്ചേഴ്സ് എല്ലാവരും നമ്മളെ മെയിൻ എയിം ബ്രില്യന്റിന്റെ ഈ എൻട്രൻസിനാണ് എയിം കൊടുത്തിരുന്നത്. സ്കൂളൊക്കെ നല്ലപോലെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിച്ചു. സ്കൂൾ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ഈ +1 +2 നമ്മൾ എൻട്രൻസ് പരിശീലിക്കുക, ചിലപ്പോൾ ഒരു കുട്ടികളൊക്കെ പറയും ഇത് രണ്ടും കൂടി ഒരുപാട് ബാലൻസ് ചെയ്ത് കൊണ്ടാൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് മിഷാലിന് എന്താണ് പറയുന്നത്? കാരണം മിഷാൽ ഇതേപോലെ കടന്നുപോയ ഒരാളാണ്. ജെയ്മെയിൻസിൽ നല്ലൊരു സ്കോർ കരസ്ഥമാക്കി രാജ്യത്തിന് അഭിമാനമായി നിൽക്കുന്ന വിദ്യാർത്ഥിയാണ്. എന്താണ് മിഷാൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എന്താ പറയാനുള്ളത്? ഇപ്പം ഞാൻ സ്റ്റേറ്റ് സിലബസാണ് പഠിച്ചത്. ഇപ്പം 6 സബ്ജക്റ്റേ ഉള്ളൂ. ഇത് തന്നെ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബ്രില്യൻ്റ് കോച്ചിങ് കൊണ്ട് മാത്രം തന്നെ സ്കൂളും സിമ്പിൾ ചെയ്തെടുക്കാൻ പറ്റും. കാരണം നല്ല ഇലാബറേറ്റ് ആയിട്ട് തന്നെയാണ് ബ്രില്യൻ്റ് പ്രൊഫസേഴ്സ് പഠിപ്പിച്ചത്. പിന്നെ മറ്റ് 3 സബ്ജക്റ്റ് മാത്രമേ സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കുഴപ്പമില്ല, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. കാരണം 2 ലാംഗ്വേജും കമ്പ്യൂട്ടറായിരുന്നു, നല്ല കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ +1 +2 ഒപ്പം എൻട്രൻസിനൊപ്പം കൊണ്ടുവന്നത് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതെ, ബ്രില്യന്റിന്റെ ഭാഗമായി നിന്ന് എൻട്രൻസ് പരിശീലിക്കുന്ന +1 +2 എൻട്രൻസ് പരിശീലിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ മിഷാലിന്റെ ക്ലാസ്സിലും ഇല്ലേ? അപ്പൊ അവരെല്ലാവരും ഈ ഒരു ജെയ്മെയിൻ റിസൾട്ട് വന്നപ്പോ ഒക്കെ എന്ത് പറഞ്ഞു? അവരുടെയൊക്കെ ആ ഒരു സ്കോറും അവരുടെ റിസൾട്ടിനെ കുറിച്ചൊക്കെ മിഷാല് ഒന്ന് പറയാം. ഞാൻ ഇവിടെ ഹോസ്റ്റലിൽ തന്നെ പഠിച്ചിരുന്നത്. ഹോസ്റ്റലെല്ലാം തമ്മിൽ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഫുൾ ടൈം അതെ കെയറിങ് ആയിരുന്നു. ആരും പാരയൊന്നുമില്ല,
എല്ലാവരും ജയിക്കണം തന്നെ ആഗ്രഹം. ബ്രില്യന്റിയൻസ് എന്നൊരു ഒറ്റ ടാഗ് ലൈനിൽ ഒരേ ലക്ഷ്യവുമായി മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. Yes. ഇവിടെ കുറേ പേർക്ക് നല്ല റിസൾട്ട് മേടിക്കാൻ സാധിച്ചു. ഫസ്റ്റ് സെഷൻ തന്നെ 38 പേർക്ക് ഏതാണ്ട് 99% സ്കൂൾ തന്നെ കിട്ടി. എല്ലാവരും സപ്പോർട്ടീവായി തന്നെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇവിടെ ഒരു സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു, കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ഹോസ്റ്റലിൽ. ഒരു ഹാപ്പി മൊമെന്റ് ആയിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു ക്ലാസ്സിൽ നിന്ന്, അതായത് മിഷാൽ പഠിക്കുന്ന അതേ ക്ലാസ്സിൽ നിന്ന് 38 പേർക്ക് 99% സ്കോറിന് മുകളിൽ നേടാൻ സാധിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ബ്രില്യന്റിന്റെ എൻട്രൻസ് പരിശീലനത്തിലൂടെ കടന്നു പോകുന്ന നിരവധി വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള അച്ചീവ്മെന്റ് നേടാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഒരു ക്ലാസ്സിലെ കാര്യം മാത്രമാണ് ഈ മോൻ പറഞ്ഞത്. ഇപ്പോൾ ബ്രില്യന്റിലെ ഒരു സിസ്റ്റം തന്നെയുണ്ട് അല്ലെ, വിദ്യാർത്ഥികളെ കൃത്യമായി പരിപാലിച്ച് അവർക്ക് റിസൾട്ട് ഉണ്ടാക്കി എടുക്കുന്നിടം വരെയുള്ള ഒരു പ്രോസസ് ഉണ്ട്. അത് ബിയോണ്ട് ദി വേർഡ്സ് ആണ്, അനുഭവിച്ചറിഞ്ഞ നിങ്ങളാണത് പറയുന്നത് ശരിക്കും. അപ്പോൾ മിഷാലിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് എന്തായിരിക്കാം? ബ്രില്യന്റ് പ്രൊവൈഡ് ചെയ്ത ക്ലാസ് തന്നെയായിരിക്കും ബെസ്റ്റ് എനിക്ക് തോന്നിയത്. കാരണം ഓരോ സബ്ജക്റ്റും നല്ല നല്ല സാർമാർ വന്നിട്ട് നല്ല ക്ലാസ് എടുത്തു തന്നിരുന്നത്. ഒരു ക്ലാസ് കൊണ്ട് തന്നെ ഒരു 99% കംപ്ലീറ്റ് ആയിരുന്നു ഏകദേശം തിയറി. പിന്നെ ഇവിടുത്തെ ഡൗട്ട് ക്ലിയറൻസ് സിസ്റ്റം വളരെ അടിപൊളിയായിരുന്നു. കാരണം എല്ലാ സൺഡേയും സാർമാർ നല്ല സാർമാർ വരും, എന്നിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ കൊടുത്താൽ കുറേ രീതിക്ക് സോൾവ് ചെയ്ത് തരും. നല്ല മനസ്സിലുള്ള സാർമാരായിരുന്നു. അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയി തോന്നി. എത്ര തവണ ഡൗട്ട് ചോദിച്ചാലും അവരുടെ സമയവും കാര്യങ്ങളും ഒക്കെ ചിന്തിക്കാതെ നമുക്കത് കിട്ടണം ഒന്നൊരു ആഗ്രഹത്തോടുകൂടി പഠിപ്പിക്കുന്ന അധ്യാപകരാണ് ബ്രില്യന്റിലുള്ളത്. അതെ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, സൺഡേ മിക്കവാറും കിഷോർ സാറേ ഞങ്ങളെ ഡൗട്ട് ക്ലിയർസിന് വരാറുണ്ടായിരുന്നു ഫിസിക്സിൽ. അപ്പം ഒരു ദിവസം കിഷോർ സാറ് ഡൗട്ട് ക്ലിയർസ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പുറത്തുനിന്നപ്പോൾ ഞാൻ ഓടിപ്പോയി ഒരു ഡൗട്ട് ചോദിച്ചായിരുന്നു സാറിനോട്. അപ്പോൾ സാർ അവിടെ നിന്ന് സാറ് ബാഗൊക്കെ നിലത്ത് വെച്ച് അവിടെ ഇരുന്ന് എനിക്ക് വേണ്ട ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് തന്നു. അങ്ങനെ ആ സാറിൻ്റെ ഒക്കെ കുറേ ഞാൻ ഉപയോഗപ്പെടുത്തിയിരുന്നു. ആ സാറിനെ ഡെഡിക്കേറ്റഡ് ആണ് അധ്യാപകരല്ലേ? അതെ അതെ. ഈ ഇങ്ങനത്തെ നല്ല സാർമാരും കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ റിസൾട്ട് എടുത്ത് സാധിച്ചത്. അതുപോലെ തന്നെ മിഷാൽ ഈ ദിവസങ്ങളിലെ പത്രങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന മുഖമാണ് മിഷാലിന്റെ. അതൊക്കെ പേരൻസിന് നൽകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് അത്ര വലുതാണ് അല്ലെ. പേരൻസിനും നേരത്തെ പറഞ്ഞ പോലെ റോൾ മോഡലായ ചേട്ടനും ഒക്കെ ചേച്ചിമാർക്കും ഒക്കെ ഒരു വലിയ സന്തോഷം തന്നെയാണ്. അപ്പോൾ മിഷാൽ ഈ ഒരു റിസൾട്ട് വന്ന സമയത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാതെ ലഭിച്ച അപ്രിസിയേഷൻസിനെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? എൻ്റെ വീട്ടുകാരെല്ലാം ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അവരെല്ലാവരും എന്നെ അതുപോലെ കൺഗ്രാജുലേറ്റ് ചെയ്തു. പിന്നെ ഒരുപാട് പേര് ഞാൻ വീട്ടിൽ വിളിക്കുമ്പോഴൊക്കെ ഇവര് കൺഗ്രാജുലേറ്റ് ചെയ്തു, അവര് കൺഗ്രാജുലേറ്റ് ചെയ്തു. മീൻസ് ഞാൻ ഇതുവരെ കേട്ടില്ലാത്ത ആൾക്കാർ വരും പത്രത്തിൽ കണ്ടുകൊണ്ട് എന്നെ അനുഭവിച്ചായിരുന്നു. ഇതങ്ങനെ സന്തോഷം നൽകുന്ന കാര്യം. പത്രങ്ങളിൽ മാത്രമല്ല, ദൃശ്യ മാധ്യമങ്ങളിലും അതായത് 24 പോലുള്ള ന്യൂസ് ചാനലുകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വിദ്യാർത്ഥികളാണ് ബ്രില്യന്റിന്റെ വിദ്യാർത്ഥികൾ. റിസൾട്ട് വരുമ്പോൾ വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഒരു സക്സസ് സ്ട്രാറ്റജി ഉണ്ടാവും. അത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഉണ്ട്. അപ്പൊ എന്താ മിഷാലെ പറയാനുള്ളത്? ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തായിരുന്നു. ഫിസിക്സ് മാത്സ് ഒരുപാട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തായിരുന്നു. ഇപ്പം തിയറി പഠിപ്പിക്കുമ്പം ആ തിയറിയിൽ ആ ഭാഗത്ത് ക്വസ്റ്റ്യൻ അന്നേ ദിവസം ഞാൻ ചെയ്യുമായിരുന്നു. ലാസ്റ്റ് ആയപ്പം പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തപ്പം അപ്പോൾ മുതൽ തന്നെ മോഡൽ എക്സാം എഴുതി തുടങ്ങിയായിരുന്നു. മോഡൽ എക്സാമും ക്വസ്റ്റ്യൻസ് രണ്ടും എനിക്കറിയാം ഏറ്റവും ഹെൽപ്ഫുൾ ആയത്. അതെ. ബ്രില്യന്റിന്റെ മോഡൽ എക്സാം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉടനീളമായി ശ്രദ്ധ ആർജിക്കുന്ന മോഡൽ എക്സാമുകളാണ്. കാരണം കേരളത്തിലെ ഏറ്റവും ടോപ്പ് നോച്ച് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും ഒരുമിച്ച് എക്സാം എഴുതുന്നത് ബ്രില്യന്റിന്റെ എക്സാം ആണ്. ബ്രില്യന്റ് എക്സാം അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അതിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട് മിഷാല്. ബ്രില്യന്റിലെ മിടുക്കരായ വിദ്യാർത്ഥികളോടൊപ്പം കോമ്പറ്റീറ്റ് ചെയ്ത് മുന്നിൽ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് വിശാല്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ബ്രില്യന്റ് നിങ്ങൾക്ക് തരുന്ന ഒരു ആംബിയൻസ്, എക്സാം ആംബിയൻസ്, നമുക്കറിയാം ഓൺലൈൻ ആയിട്ടാണ് എക്സാം, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആണ്, അതനുസരിച്ച് വേണം എക്സാമുകൾക്ക് എഴുതാൻ. ഇപ്പം ഇത്ര അധികം വരുന്ന വിദ്യാർത്ഥികൾക്ക് ഇത്ര വലിയ സൗകര്യങ്ങളൊക്കെ ഒരുക്കി നൽകുക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ്. നിങ്ങൾ മറ്റു സ്കൂളിലൊക്കെ പഠിച്ചിട്ട് വന്ന് ബ്രില്യന്റിലേക്ക് സ്വിച്ച് ചെയ്തപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയ ഒരുപാട് വസ്തുതകളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും വിശാൽ അതിനെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? ഞങ്ങൾക്ക് ഒരു നവംബർ മാസം മുതലേ ബ്രില്യന്റിന് ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം മോഡൽ എക്സാം തുടങ്ങും. അതായത് റിയൽ ആയിട്ട് നമ്മള് ജെ മെയിൻസും ജി അഡ്വാൻസും എഴുതുന്ന പോലെ തന്നെയാണ് നവംബർ മുതൽ. അപ്പൊ നവംബറിലെ തുടക്കത്തിലെ എക്സാം നല്ലപോലെ പേടിച്ചായിരുന്നു. കാരണം നല്ലൊരു മാറ്റമുണ്ട്. ഒരു പേപ്പറിൽ എഴുതുന്നതും കമ്പ്യൂട്ടറിൽ എഴുതും. കാരണം നമുക്ക് പേപ്പറിൽ എഴുതുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് ഡയഗ്രൊക്കെ ഒന്ന് നോക്കിയാൽ സിമ്പിളായി ചെയ്യും. പക്ഷെ നവംബർ മാസത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ പ്രാക്ടീസ് ചെയ്ത് അവസാനം അത് മാത്രമേ പറ്റുള്ളൂ. ഇപ്പം പേപ്പർ എക്സാം പറ്റില്ല. ആ ഒരു ലെവലിലേക്ക് അത്ര എക്സാം എഴുതി ബ്രില്യന്റ് കുറേ മോഡൽ എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് എഴുതാൻ പറ്റി. ഇതൊക്കെ അങ്ങനെ സഹായിച്ചിരുന്നു. കാരണം ഇതില്ലായിരുന്നെങ്കിൽ നേരെ അവിടെ നിന്ന് കമ്പ്യൂട്ടർ എഴുതുകയാണെങ്കിൽ ഈ നല്ല റിസൾട്ട് ഒന്നും കിട്ടാൻ സാധ്യതയില്ല. ഈ പ്രാക്ടീസ് കാരണം തന്നെ അങ്ങനെ കമ്പ്യൂട്ടറിൽ എക്സാം എഴുതി അതെ റിസൾട്ട് വരികയാണ്. അവിടെയും ഈ പറഞ്ഞ കോമ്പറ്റീഷൻ ഉണ്ട്. ചിലപ്പോ മിഷാല് കുറച്ച് താഴെയായിരിക്കാം, കുറച്ച് എക്സ്പെക്ട് ചെയ്ത തരത്തിന്റെ മുകളിലായിരിക്കാം. ആ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ അവിടെയാണ് നമ്മൾ കുട്ടികളുടെ നിലവാരം മനസ്സിലാക്കുക. എത്രമാത്രം മിടുക്കരായ കുട്ടികളോടൊപ്പമാണ് ഞാൻ മത്സരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി ഞാൻ എവിടെ എത്തണം എന്നുള്ളതൊക്കെ തിരിച്ചറിയുന്ന അവിടെയാണ്. അതൊന്ന് പറയാം. ഇപ്പം ഒരു മോഡൽ എക്സാം കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ മാർക്ക് വരും.
അപ്പം നമ്മൾ മാർക്ക് കണ്ടാൽ പിന്നെ നമുക്കൊരു ടെൻഷനാണ്. അപ്പുറത്തിലെ ആളെ മാർക്ക് എത്ര, ഇപ്പത്തിലെ ആളെ മാർക്ക് എത്ര, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും. എന്നിട്ട് മാർക്ക് കൂടുമ്പോൾ ഒരു സന്തോഷമുണ്ട്, മാർക്ക് പറയുമ്പോൾ ഒരു സങ്കടമുണ്ട്, മറ്റൊരു സാറിൽ അടുത്തിന് പിടിക്കാന്ന് പറയും. ഇതൊക്കെ തന്നെ. മാർക്ക് കുറയുമ്പോൾ സങ്കടപ്പെടുക എന്നുള്ള ആ ഒരു സങ്കടം ലൈക്ക് അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ മുകളിലേക്ക് എത്തണം അല്ലെ, അതൊരു പോസിറ്റീവ് സൈൻ ആണ് അല്ലെ, കുറച്ചുകൂടെ നമ്മൾ തന്നെ ഒരു സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, യെസ്. അങ്ങനെ കയറി വന്നിട്ടില്ലേ ഒരുപാട്, ഫൈനൽ ഇപ്പൊ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് മുകളിലല്ലേ. വിജയം നേടി തിരിഞ്ഞു നോക്കുമ്പോ നമ്മളെ സഹായിച്ച ഒരുപാട് പേരുണ്ട്. ഒരുപക്ഷെ നമുക്കിത് നടക്കില്ല എന്നൊക്കെ പറഞ്ഞ ആളുകളും ഉണ്ടാവും നമ്മുടെയൊക്കെ ജീവിതത്തിൽ. പക്ഷെ അവരെല്ലാവരെയും നോക്കിയും വളരെ ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടുകൂടി നമുക്ക് പറയാൻ പറ്റും, ഞാൻ നേടി. അങ്ങനെ പറയാൻ പറ്റിയ ഒരു വിദ്യാർത്ഥിയാണ് വിശാൽ. വിശാലെ, തിരിച്ചു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കടപ്പാടാണ് പാരൻസിനോട് തന്നെയായിരിക്കും. കാരണം ഇങ്ങോട്ട് വരണം എന്നുള്ളത് എൻ്റെ ആഗ്രഹം തന്നെയായിരുന്നു. ഞാൻ പാരൻസിനോട് പറഞ്ഞു ബ്രില്യൻ്റ് വരണം, എൻ്റെ ആഗ്രഹം തന്നെയായിരുന്നു. ഞാൻ പാരൻസിനോട് പറഞ്ഞു, പാരൻസ് അപ്പം തന്നെ സമ്മതിച്ചു. പിന്നെ ഇപ്പം വീട്ടിൽ വിളിക്കുമ്പോഴൊക്കെ അവർ കുറേ അഡ്വൈസ് തരും. ഉമ്മിപ്പൊക്കെ ഒരുപാട് അഡ്വൈസ് തന്നിരുന്നു. ഇതൊക്കെ ഞാൻ ഒരുപാട് സഹായിച്ചിരുന്നു. അവരുടെ ഏറ്റവും കടപ്പില്ല ആ ഒരു മെന്റൽ സപ്പോർട്ടാണ് ഇത്ര വലിയ വിജയത്തിലേക്ക് എത്തിച്ചത്. തീർച്ചയായിട്ടും പേരൻസിനൊക്കെ ഒരുപാട് അഭിമാനിക്കുക. കാരണം ഈ മകൻ ഇപ്പോഴും പറയുന്നത് എന്റെ ജീവിതത്തിൽ എനിക്ക് വെളിച്ചമേകുന്നത് എന്റെ പേരൻസ് തന്നെയാണ് എന്നുള്ളതാണ് വിശാൽ നമ്മളോട് പറയുന്നത്. ഏറ്റവും ഭാഗ്യം ചെയ്ത മാതാപിതാക്കളാണ്. അപ്പൊ തീർച്ചയായിട്ടും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. നമുക്ക് വരുന്ന വർഷങ്ങളിലും നല്ല വിജയം നേടി നമ്മുടെ മാതാപിതാക്കൾക്കും നാടിനും ഒക്കെ അഭിമാനമാവണം വിശാലിനെയൊക്കെ പോലെ. വിശാൽ, അതുപോലെ വരുന്ന വർഷം ജെയിമെയിൻസ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് വിശാലിനെ പോലെ തന്നെ ബ്രില്യന്റ് സജസ്റ്റ് ചെയ്ത് ബ്രില്യന്റിലേക്ക് എത്തുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവരോടൊക്കെ എന്താ വിശാൽ പറയാനുള്ളത്? ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം തുടക്കത്തിലെ പോലെ ആവില്ല, അവസാനം വരുമ്പോൾ നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ പാത്ത് നിന്ന് പോകാൻ തന്നാൽ മതി. നമ്മളങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം. നമ്മൾ ഇപ്പോൾ കിട്ടുന്ന റാങ്കൊന്നും നോക്കരുത്. ഫൈനലാകുമ്പോൾ എത്തിക്കോളും. കാരണം കുറേ പേര്, എൻ്റെ കുറേ ഫ്രണ്ട്സ് ഒരുപാട് കയറി നിന്നിട്ടുണ്ട് ലാസ്റ്റ് ആയപ്പോൾ. നമ്മളെക്കൊണ്ട് പറ്റുന്നൊരു കാര്യമുള്ളൂ. അതെ, നമ്മളെക്കൊണ്ട് പറ്റുന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ, പറ്റാത്തൊരു കാര്യമൊന്നുമല്ല. അപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം, പാത്തുനിന്ന് ഡീവിയേറ്റ് ആവരുത്. അതെ. അപ്പൊ തീർച്ചയായിട്ടും ഉറച്ച ലക്ഷ്യബോധമുള്ളൊരു വിദ്യാർത്ഥിയാണ് വിശാല്. പലതവണ പിന്നിലേക്കുള്ള പോകാനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായപ്പോഴും മുന്നിൽ എത്തണമെന്നുള്ള ആ ഒരു ദീർഘവീക്ഷണമാണ് വിശാലിനെ ഇത്ര മുൻപന്തിയിൽ എത്തിച്ചതിന് പിന്നിൽ എന്ന് പറയുന്നത്. അപ്പൊ വിശാലിന് എല്ലാവിധ ആശംസകളും ജി അഡ്വാൻസ്ഡിലും മികച്ച ഒരു വിജയം നേടാൻ സാധിക്കട്ടെ. സ്വപ്നം കണ്ടതുപോലെ തന്നെ IIT മദ്രാസിൽ കമ്പ്യൂട്ടർ സയൻസ് നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി. Brilliant Study Center, India's #1 coaching center for NEET and JEE.